ഒരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ രോഹിത്തിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ തൻ്റെ മനസ്സിലെ സങ്കടമൊക്കെ അങ്ങ് പറയുകയാണ്. ഞാൻ ഒരു പോയിന്റിൽ നിന്ന് ഒന്നുമില്ലാത്തടത്ത് നിന്ന് തുടങ്ങിയാണ്, എന്നിട്ട് എല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് വീട്, ഭാര്യ, മക്കൾ, അന്തസ്സ്, ബിസിനസ്, പക്ഷേ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇല്ലേടാ മനു എന്നും പറഞ്ഞ് കുറേ സങ്കടങ്ങളൊക്കെ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്നുവെച്ചാൽ അത്രയ്ക്ക് സങ്കടം, മനസ്സ് പൊട്ടിയാണ് ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോൾ മനു പറയാണ്, എന്തായാലും മംഗളെ എവിടെയെങ്കിലും വണ്ടി നിർത്തും, നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് മനു ആണെങ്കിൽ വണ്ടി ബാലേന്ദ്രനെ കൊണ്ട് ഒരു കടയിൽ നിർത്തിക്കുന്നുണ്ട്. അതിനുശേഷം അവർ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പം തന്നെ മനു പറയുന്നുണ്ട്, ഞാൻ പോവുക അങ്കിളെ എന്ന് പറയാണ്. നീ പോവുകയാണോ? എനിക്ക് വർക്കുണ്ട്, പോകണം എന്ന് പറയുകയാണ്. എന്തായാലും നീ എൻ്റെ കൂടെ വന്നത് എനിക്കൊരു സമാധാനമുണ്ട്. കാരണം നീ വന്നത് കൊണ്ട് എൻ്റെ കുറേ ടെൻഷൻസ് കുറവുണ്ടെന്ന് പറയാണ്. ഞാൻ എന്ത് ചെയ്ത് എന്ന് മനു ചോദിക്കുകയാണ്. നിനക്കറിയത്തില്ല, വേദന താങ്ങുന്നവന് അതിൻ്റെ ആഴമറിയാം എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ പറയുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ കയറി പോവാണ്. അപ്പം അലീന പറയാണ്, ഒരു ചായ കുടിച്ചിട്ട് പോകാൻ മനു കേട്ടാ. വേണ്ട വേണ്ട, ചായ ഒന്നും വേണ്ട, എനിക്ക് വർക്കുണ്ട്, പോകണം. ചായ കുടിച്ചാൽ മാത്രം തീരുന്ന കഥകളല്ല പറയാനുള്ളത് എന്ന് അലീനയോട് പറയാണ്. 1-2 മണിക്കൂറെടുത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് അലീനയോട് പറയാനുണ്ടെന്ന് പറയാണ്. ഇപ്പം അതിനുള്ള സമയമില്ലെന്നും മനു പറയുകയാണ്. എനിക്കെന്നാലും അത്ഭുതമാണ് ആൻറ്റിയുടെ കാര്യം, അങ്കിളിൻ്റെ ടെൻഷന്, ഹെൽത്ത് കാര്യങ്ങൾ, രോഗത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നീ ഒറ്റയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പം അലീന പറയാണ്, അതൊക്കെയാണ്, നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇതൊക്കെ മറികടക്കണമെന്ന് എൻ്റെ പ്രാർത്ഥനയെന്ന് അലീന പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് മനു പറയാണ്. അപ്പോൾ അലീന പറയാണ്, എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കാണ്. ഏയ് എന്തിനാ ദേഷ്യം? ഒരു ദേഷ്യമില്ല, പക്ഷേ കുറച്ച് പരിഭവമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം എന്നും പറഞ്ഞിട്ട് മനു അങ്ങ് പോവുകയാണ്. അങ്ങനെ ബൈ പറഞ്ഞ് മനു അങ്ങ് പോവുകയാണ്. ഇനി ഇങ്ങനെ മനുവിനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അതിന് ശേഷമാണെങ്കിൽ ബാലേന്ദ്രൻ റൂമിൽ വന്ന് ഫ്രഷ് ആകുമ്പോഴത്തേക്ക് ശിവൻ വിളിക്കുകയാണ്. ശിവൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ജയിലിൽ പോയിട്ട് രോഹിത് എന്താ പറയാൻ? അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എന്ത് പറയാൻ, അവൻ ആകപ്പാടെ മനസ്സ് തകർന്നിരിക്കുകയാണ്, ഇനി ജാമ്യം വേണ്ട എന്നുള്ളൊരവസ്ഥയിലാണ്. അപ്പം ശിവശങ്കരൻ പറയാണ്, അത് ഇപ്പം ജയിലിൽ കിടക്കുന്നതിൻ്റെ ഒരു മനോനില കൊണ്ട് പറയുന്നതാണ്, നമ്മളതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, പോയി കാണണ്ടെന്ന് തോന്നുന്നു, പോയി കണ്ടപ്പം എൻ്റെ ഉള്ള സമനിലയും കൂടെ തെറ്റി എന്ന് പറയുന്നുണ്ട്. ഓട്ടെങ്കിലും അങ്ങ് ഇറങ്ങിപ്പോയി, എവിടെയെങ്കിലും പോയി അങ്ങ് ചത്താൽ മതി എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ സമാധാനിപ്പിക്കുന്നുണ്ട്, അങ്ങനൊന്നും പറയാതെ ബാലേന്ദ്രൻ്റെ അവസ്ഥ തന്നെയല്ലേ എൻ്റെ അവസ്ഥ, ഇതൊക്കെ മറികടക്കാം, കുറേ നാൾ കഴിയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ മറക്കും, അന്നേരം ഇതൊന്നും ആരും പറയത്തില്ല, പഴയതുപോലെ എല്ലാം ആവും എന്ന് പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രോഹിയെ പുറത്തിറക്കിയാൽ ഇവിടുന്ന് മാറ്റി നിർത്താം എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം ശിവശങ്കരൻ പറയാണ്, ഇനി അവരെ ദൂരോട്ടൊന്നും വിടണ്ട, നമ്മുടെ കൺമുന്നിൽ തന്നെ വേണം, ഇനി അവരെ ദൂരോട്ട് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അവർ ചീത്തയായി പോകത്തുള്ളൂ എന്ന് പറയാണ്. ബാലേന്ദ്രൻ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ശിവശങ്കരനാണെങ്കിൽ ബാലേന്ദ്രൻ്റെ ധൈര്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ അവിടെ ഇരിക്കുമ്പോൾ ബബിത വരികയാണ്. ഒരു കവറൊക്കെ ആയിട്ടാണ് വരുന്നത്. അച്ഛാ, രോഹിയേട്ടനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. കണ്ട്, അവനാകപ്പാടെ തകർന്ന അവസ്ഥയിലാണ്, അത് ആ അലീനയും കൂടെ കൊണ്ടുപോയത് കൊണ്ടാണ്, അലീനെ കാണുമ്പോൾ ഉടനെ രോഹിയേട്ടന് ദേഷ്യം വരുമെന്ന് പറയാണ്. അലീനയോ? നീ അലീന ചേച്ചിന്ന് വിളിക്കടി എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ചൂടാവുന്നുണ്ട്. എന്തായാലും അവളെയും കൂടെ കണ്ടതുകൊണ്ടാണ് രോഹിയേട്ടന് ഇത്ര ദേഷ്യം എന്ന് പറയുകയാണ്. ബാലേന്ദ്രൻ പറയാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാലത്ത് നിങ്ങളൊക്കെ അവളെ അംഗീകരിച്ചേ പറ്റൂ, നീയും രോഹിയും നിൻ്റെ അമ്മയൊക്കെ അംഗീകരിക്കും, പിന്നെ അമ്മ ചത്താലും അവളെ അംഗീകരിക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാം, പിന്നെ എവിടെ പോകാനായി, ഞാൻ പറഞ്ഞത് തന്നെ നടക്കും എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോഴത്താണ് കയ്യിരുന്ന് കവറെടുത്ത് കൊടുക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ നോക്കിയിട്ട് പറയാണ്, ഇത് വൈജ അയച്ചാണല്ലോ, വക്കീൽ നോട്ടീസാണെന്ന് പറയാണ്. അപ്പം വൈജ ഈ നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞായിരുന്നു, ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, അപ്പോൾ എല്ലാവരുടെ അടുത്തും കൂടെ പറഞ്ഞിട്ടാണോ അമ്മ ഈ തീരുമാനം എടുത്തത്? അച്ഛന് അലീനയാണോ വലുത്, അമ്മയാണോ വലുത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അലീന തന്നെയാണ് വലുത് എന്ന് പറയാണ്. അപ്പോൾ അലീനെ പറഞ്ഞു വിടാൻ അച്ഛൻ ഉദ്ദേശിച്ചിട്ടില്ല, ഒരിക്കലും ഇല്ല. എൻ്റെ അമ്മ എന്തുമാത്രം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ബബിത കുറേ സെൻറ്റി അടിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ അങ്ങ് ചൂടായി പറയാണ്, അവളെ കുഞ്ഞുനാളിലോട്ട് കാണുന്നതാണ് ഞാൻ, നീ കൂടുതൽ പറയല്ലേ, അവളുടെ സ്വഭാവം വ്യക്തമായിട്ട് എനിക്കറിയാമെന്നേ, അതുകൊണ്ട് കൂടുതൽ അമ്മയെ ന്യായീകരിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയുടെ നേരെ ചൂടാവുകയാണ്. അപ്പോൾ ബബിതയാണെങ്കിൽ അച്ഛൻ എന്തായാലും അലീന ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ലല്ലോ എന്നും പറഞ്ഞ് ദേഷ്യം ഇറങ്ങി പോവുകയാണ്. അന്നേരമാണ് അലീന ബാലേന്ദ്രനുള്ള കോഫിയായിട്ട് കയറി വരുന്നത്. ദേഷിച്ചു വന്ന് ബബിതയെ കാണുന്നുണ്ട്. അങ്ങനെ മുറി വന്ന് എന്താ വെച്ചാൽ ദേഷ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഡിവോഴ്സ് നോട്ടീസ് അയച്ച കാര്യങ്ങൾ പറയുകയാണ്. എന്തായാലും മാഡം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല,
കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ്. ബാലേന്ദ്രൻ പറയാണ് അവളുടെ അഹങ്കാരം അല്ലാതെ എന്ത് പറയാനാ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അത് വരട്ടെ, അവളെ ഞാൻ വലിച്ച് കീറുന്നുണ്ട്, അവളുടെ ഈ കുഴപ്പമൊക്കെ ഞാൻ അവിടെ വെച്ച് തീർക്കാം എന്ന് ഭയങ്കര വാശിയോടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ ആകെപ്പാടെ ടെൻഷനാവുന്നുണ്ട്. അങ്ങനെ മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയാണ് ഇവിടെ ആരോ പറയുന്ന കേട്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്ന കാര്യം. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണോ ഇത് നടന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അത് ഇത്രയും പെട്ടെന്ന് നോട്ടീസ് വരുമെന്നൊന്നും വിചാരിച്ചില്ല, ഇവിടെ ആരോ പറയുന്ന കേട്ടതാ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയാണല്ലോ പണ്ടേ ആൻറ്റിക്കുള്ളതെന്ന് മനു പറയുകയാണ്. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഒന്ന് മാഡത്തിനോടും അച്ഛനോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ എന്ന് പറയാണ്. അപ്പം മനു പറയണം അച്ഛൻ ഇനി സംസാരിക്കത്തില്ല, അച്ഛൻ ഒരു വട്ടം ആൻറ്റി അടുത്ത് സംസാരിച്ചതായി, ഇനി സംസാരിക്കാൻ അച്ഛൻ ഇതിന് ഇറങ്ങത്തില്ല എന്ന് മനു പറയുന്നുണ്ട്. അലീന പറയണ രാജീവ് അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പറയൂ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ കൊച്ചച്ഛനോട് പറയാം, എന്തായാലും നീ ഫോൺ വെച്ചോ, എന്തായാലും കൊച്ചച്ഛനോട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് പറയാണ്. കൊച്ചച്ഛൻ വന്ന് ആൻറ്റി അടുത്തും അതുപോലെ അങ്കിളിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനു ഫോൺ വെക്കുകയാണ്. അലീന ആകപ്പാട് ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്.